ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് സിറ്റിയിലുള്ള ഓൾഡസ്റ്റ് ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ച് അതിന്റെ റിവ്യൂ പറയുന്നു. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഓൾഡസ്റ്റ് ഹോട്ടൽ പറഞ്ഞ് വരുന്നത് ഹരിഹരപുത്രയാണ്. ഹരിഹരപുത്ര പറഞ്ഞത് 2-3 ഹോട്ടലുണ്ട്. ഒന്ന് 100 years ഉള്ളത്, പിന്നെ വേറെ അത് വരുന്നത് 82-ൽ വന്ന ഹോട്ടലാണ്, പിന്നെ അടുത്ത് അതിന് ശേഷം വന്നതാണ്. സോ നമ്മൾ ഫുഡ് കഴിച്ച് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് നോക്കും. എന്താ വെച്ചാൽ നമ്മുടെ പാലക്കാട് 2000-3000 ഹോട്ടലുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇതൊക്കെ ഒരു 5-6 വർഷം നിൽക്കും, പിന്നെ ഒരു 2-3 വർഷം ആയിട്ടുണ്ടാവുള്ളൂ വന്നിട്ട്, 10 വർഷം ആയതുള്ളത്. ഇത് ഇത്രയും വർഷമുള്ള ഹോട്ടൽ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫുഡ് എക്സ്പീരിയൻസ് നോക്കാം, അതിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് നോക്കാം, അതെങ്ങനെ ഇത്രയും വർഷം റൺ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഉള്ളിൽ നല്ല തിരക്കുണ്ട്, നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നിൽക്കേണ്ട വരും തോന്നുന്നു, നോക്കാം. നമുക്ക് നല്ല തിരക്ക്, ഉള്ളിൽ പോയി നോക്കാം. ഓർഡർ കൊടുത്തിട്ടുണ്ട്, കിട്ടാൻ കുറച്ച് സമയമുണ്ട്. കണ്ടോ, അയാളിനെ വിളിച്ചു എടുക്കണ്ടോ. ഫുഡ് കഴിച്ച് നമുക്ക് അടിപൊളി നൈസായിട്ട് പഴയ ക്വാളിറ്റി ഫുഡിൻ്റെ ആ ടേസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. സ്വീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്നാക്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്, അടിപൊളിയായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഇതിൽ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ ഒരു ഫീല് കിട്ടുന്നുണ്ട്, നമ്മുടെ ട്രഡീഷണൽ ഫീല് കിട്ടും. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കടയിൽ കഴിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്രാഞ്ചാണ്. ഇതാണ് 82-ൽ എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ബ്രാഞ്ചാണ്. ഒറിജിനൽ 100 years ആയത് വേറൊരു സ്ഥലത്തുണ്ട്, ഹരിഹരപുത്രൻ്റെ. നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഹൈ ഗൈസ്, നമ്മൾ ഇതിന് മുമ്പ് പോയി കഴിച്ചില്ല ഹരിഹരപുത്ര. അത് 82-ൽ വന്നതാണ്. ഇതാണ് 100 years ആയിട്ടുള്ള ഓൾഡസ്റ്റ് ഹോട്ടൽ, അതിനേക്കാളും പഴക്കമുള്ളത്. ഇതിൻ്റെ ഒരു ബ്രാഞ്ചാണ് അത്. ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എങ്ങനെയുണ്ട് നോക്കാം, ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത്, കാണാൻ തന്നെ കുറച്ച് അടിപൊളിയായിട്ട് നൈസായിട്ട്. കിച്ചടി, സേവ, പൊങ്കൽ, ഇഡ്ഡലി, പൂരി, നൂൽപുട്ട്, മസാല റോസ്റ്റ്, ഓണിയൻ റോസ്റ്റ്, ഗീ റോസ്റ്റ്, തൈര് വട, ഓണിയൻ ഊത്തപ്പം, പിന്നെ സ്പെഷ്യൽ സേവ. അത് വന്ന് നെയ്യ്, അണ്ടിപ്പരിപ്പ്, നിലക്കടല, ലെമൺ, അതൊരു സേവ രാവിലത്തെ. പിന്നെ ഉച്ചക്കലത്തെ വന്ന് മീൽസ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ മീൽസ്. അതിൽ വന്ന് സ്പെഷ്യൽ മീൽസിൽ ഐറ്റംസ് വന്ന് കൂട്ടുകറി, അവിയൽ, കാളൻ, നോരൻ, പുളി, ഇഞ്ചി, പിന്നെ ചക്കരവട്ടിപ്പേര്, നെയ്പരിപ്പ്, പിന്നെ ഐറ്റംസ് ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, തൈര് സാധനം ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ. പിന്നെ വന്ന് വൈകിട്ട് വന്നിട്ട് ഇത് ചപ്പാത്തി, പൊറോട്ട, റവ റോസ്റ്റ് 7:30 വരെ ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നിർത്തി. അവിടെ ഉണ്ട്. പിന്നെ വൈകുന്നേരം വരെ തന്നെ റവ റോസ്റ്റ്, ഒനിയൻ റവ, ഗീ റവ, പൊടിദോശ, ഗീ പൊടി, ഇലയട ഉണ്ട്. പിന്നെ സാമ്പാർ വട,
100 ഞങ്ങൾ വന്നിട്ട് 11 വർഷമായി ഇവിടെ. ഞങ്ങളുടെ എക്സ്പീരിയൻസ് 11 വർഷം. ഇപ്പൊ ഇത് വന്നിട്ട് ഓപ്പണിംഗ് ആയിട്ട് 11 വർഷം. ഓപ്പണിംഗ് ഇതാ ഇപ്പൊ ഇന്നത്ര ഡേറ്റ് 8 1-ാം തീയതിക്ക് 11 വർഷം കഴിഞ്ഞു. പിന്നെ ഈ അമ്മ വന്നിട്ട് 50 വർഷത്തെ പഴക്കമാണ് ഈ അമ്മ. ഇവിടുത്തെ ഈ കടയിലെ സ്റ്റാഫ് 50 വർഷം. ഇവര് കുക്കിംഗ് അല്ല, ഇവര് പ്ലേറ്റ് കഴുകുക. പ്ലേറ്റ് അല്ല, വലിയ പാത്രങ്ങൾ കഴുകുക. ഓണർ വന്ന് കൊടുന്തൽപ്പുള്ളിയിലെ മുതലാളിയാണ്. അവർക്ക് വന്ന് 3 സ്ഥാപനമുണ്ട്. വന്നിട്ട് ഒന്ന് GB റോഡ്, ഒന്ന് മഞ്ഞഞ്ചിറ റോഡ് അങ്ങാടി, പിന്നൊന്ന് 100. ഇത് മഞ്ഞഞ്ചിറ അങ്ങാടിയിലെ ഇത് വന്ന് 100 വർഷത്തെ. അല്ല, പിന്നെ സ്വീറ്റ് ഐറ്റംസ് ആണ് സ്പെഷ്യൽ. ജിലേബി, മൈസൂർ പാൽ, ലഡു, നെയ്യപ്പം. സംതൃപ്തിയോടെ ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇത്രയും ആൾക്കാർ സംതൃപ്തിയോടെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഒത്തൊരുമയോടെ നല്ലൊരു സ്ഥാനം ഞങ്ങളെ ചേച്ചി അനിയത്തിമാരെയോട് കൂടിയിട്ട് ഞങ്ങളൊരു കുടുംബം, അതായത് നമ്മളുടെ ഒരു കുടുംബത്തിൽ എങ്ങനെ ഒരു അംഗങ്ങൾ ഞങ്ങളെ പെരുമാറുന്നു അതേമാതിരിയാണ് ഞങ്ങൾ ഇത്ര പേരും. ഞങ്ങൾ വേറെ ഒരു വേർതിരിവൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരേ. ഞങ്ങളൊരു 11 സ്റ്റാഫുകളുണ്ട്. 11 സ്റ്റാഫുകളുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. കാഷ്യർ, ക്ലീനിങ്, ഞങ്ങളെല്ലാവരും കൂടി 11 സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ നമ്മളെ 2 കടയും നമ്മൾ കയറി ഫുഡ് കഴിച്ചു നിൽക്കും. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 100 years ആയ ഹരിഹരപുത്രയാണ്. ഇതിൻ്റെ ഒരു ബ്രാഞ്ചാണ് നമ്മൾ അപ്പോഴേ പോയത്. അത് 82-ൽ വന്നതാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫുഡ് പോലെ തന്നെ ഉണ്ട്. ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇത് പോയിട്ടില്ല. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിനുള്ള അറ്റ്മോസ്ഫിയർ അതേപോലെ തന്നെ ഉള്ളത്. ഇതൊരു പഴയ കാലത്ത് പറഞ്ഞാൽ ഇത് അങ്ങാടിൻ്റെ ഉള്ളിലുള്ളത് അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ഫീൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഫുഡ് കഴിക്കലും ഒരു അടിപൊളിയായിട്ട്. ഗൈസ്, എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവിടെയുള്ള സ്റ്റാഫ്സിനെ പറ്റിയിട്ടാണ്. എന്താ സംഭവം വെച്ചാൽ ഓരോ സ്റ്റാഫിൻ്റെയും ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇത് പറഞ്ഞാൽ 15 വർഷവും 20 വർഷവും 50 വർഷമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവരുടെ മുത്തശ്ശിയും മുത്തിയമ്മമാരും വരെ ഇത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പറയുന്നത്. അതായത് അപ്പോൾ അത്രയധികം ട്രസ്റ്റ്ഫുൾ ആയിട്ടാണ് ഇവർ കട കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇത്രയും വർഷം ഇത് കൊണ്ടുപോകാൻ കാരണം തോന്നുന്നു. നല്ല രീതിക്ക് കൊണ്ടുപോകാൻ കാരണം അതാണ് തോന്നുന്നത്. സ്റ്റാഫ്സ് അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യും.